കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമത സ്ഥാനാർത്ഥികളാണുള്ളത്. കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എത്ര വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത് എന്നുള്ളത് വ്യക്തമാകും. കോൺഗ്രസ് നേതാക്കൾ AI വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചു എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. റിപ്പോർട്ട് കാണാം. കട്ടപ്പന മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൗൺസിലറുമാണ് ബീന ജോബി. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുണ്ടായിരുന്ന നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ മാറി വന്നത് 3 ചെയർപേഴ്സൺമാരാണ്. ഇതിൽ ആദ്യ 2 വർഷം ബീന ജോബിയായിരുന്നു ചെയർപേഴ്സൺ. ഇത്തവണ നഗരസഭയിൽ 31-ാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്നാൽ ഈ വാർഡ് UDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയായിരുന്നു. ആ വാർഡ് കമ്മിറ്റി കൂടിയിട്ട് ആ വാർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ വന്നുള്ളവർ പറഞ്ഞു, ഞാൻ നോമിനേഷൻ പൂരിപ്പിച്ച പേപ്പറിൽ പോലും വാർഡ് പ്രസിഡന്റാണ് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ വാർഡിൽ അങ്ങനെ ഒരു മത്സരിക്കാൻ ഒരാളില്ല, അതുകൊണ്ട് ചേച്ചി അവിടെ ഒന്ന് മത്സരിക്കണം, ഞങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട്. നമ്മുടെ ഓരോ വാർഡിൻ്റെയും ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് അവസാനമായിട്ട് അറിഞ്ഞത് ഈ ഗവൺമെൻറ് കോളേജ് വാർഡ് കേരള കോൺഗ്രസിന് കൊടുത്തു, ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് AI വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വെച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം. യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ഇവർ പറയുന്നു. എനിക്ക് തോന്നുന്നു AI ഗ്രൂപ്പിന്റെ ഇതുള്ളതുകൊണ്ടായിരിക്കാം, അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടപ്പന നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ 2 പേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഈ വാർഡുകളിൽ ഉൾപ്പെടെ 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ രംഗത്തുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.